സ്കൂളിൽ ചേർക്കുമ്പോൾ അച്ഛന്റെ പേരിനാടാ പ്രാധാന്യം. കടവുളേ കാപ്പാത്തിങ്കോ. ആശുപത്രിയുടെ ഒരത്തിനെ പോലും കാണുന്നില്ലല്ലോ, വലയിലൊന്നും വീഴുന്നില്ലല്ലോ. നമസ്കാരം. നമസ്കാരം. മോയത് കാര്യം ചെയ്യും, നമ്മുടെ ആന്റി അവിടെ ഇപ്പുണ്ടല്ലോ, ആന്റിയുടെ അടുത്ത് പോയി നിന്നോണം കേട്ടാ. ആന്റിക്കൊരു കൂട്ടായിട്ട് നിന്നോണം. ആ ശരി. നമസ്കാരം. പേരെന്തുവാ? എന്റെ പൊന്നു സാറേ, കനകൻ 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 എന്ന് പറഞ്ഞതാ. ഓ കനകൻ. അതെ അതെ. തന്റെ ഇങ്ങോട്ട് പോയ മോനാണോ ആ പൂച്ചെട്ടിലെ ചെടിയൊക്കെ പറിച്ച് കളയുന്നത്? എവിടെ 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 എവിടെ? ആ പൂച്ചട്ടിയുടെ ചെടിയൊക്കെ പറിച്ച് കളയുന്നത് എന്റെ പൊന്നു സാർ? അതെന്റെ മോനല്ല, അതെന്റെ ചിറ്റപ്പന്റെ മോനാ. ചിറ്റപ്പന്റെ മോനാണല്ലേ? എന്റെ മോൻ ഇല്ലായിരുന്നു ഡോക്ടറെ കാറിന്റെ വീലിന്റെ കാറ്റ് വിടുന്നുണ്ട്. അതാണ് എന്റെ മോൻ. കുടുംബപരമായിട്ട് നല്ല ഇതല്ലയോ? അനുസരണയോടെ വളർത്തുന്നേ ഞാൻ. അതെ അതെ അതെ. അല്ല അപ്പൊ താൻ ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്താണ്? എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ ഡോക്ടറെ കാണാൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്. എപ്പോഴും തന്നെ ഇവിടെ കാണാറുണ്ടോ? കൊണ്ടാ പറഞ്ഞത്. എപ്പോഴും ഞാൻ കാണാൻ വരുന്നതാണല്ലോ. ഞാൻ മാത്രമേ വരാറുള്ളൂ, കൊണ്ടാ പറഞ്ഞത്. അല്ല ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്താണ്? ഇതിന്റെ പൊന്നു ഡോക്ടറെ കാണാൻ വന്നത്. ഡോക്ടറെ കാണാൻ വന്നത്? അല്ല എന്നെ തന്നെ കാണാൻ പറഞ്ഞ കാര്യം എന്തുവാ? അയ്യോ, ഡോക്ടറെ സ്ഥിരമായിട്ട് കാണാൻ ജീവിക്കാമല്ലോ. എനിക്ക് ജീവിക്കണമല്ലയോ? അതെ. അപ്പൊ ഞാൻ ഈ എഴുതി തരുന്ന മരുന്നുകളൊക്കെ താൻ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ പോയി മേടിക്കാറുണ്ടോ? ഡോക്ടർ പറഞ്ഞ ആ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ ഞാൻ കഴിക്കുന്നത്. ആ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ മേടിക്കും? അതെ അതെ. എന്താ? അവർക്കും ജീവിക്കണമല്ലോ. അങ്ങനെ. അപ്പൊ ഞാൻ ഈ എഴുതി തരുന്ന മരുന്നുകളൊക്കെ താൻ അതേപോലെ മേടിച്ച് കൃത്യമായി കഴിക്കാറുണ്ടോ? അത് മുഴുവൻ ഞാൻ കളയും. അല്ല കളയുന്നത് എനിക്കും ജീവിക്കണമല്ലോ. താൻ കൂടാരം കൊണ്ടുവന്നിട്ടില്ലയോ? അയ്യോ, കൂടെ കൊണ്ടുവന്നില്ലെന്നോ? ആരെയാ? എന്റെ പൊന്നു ഡോക്ടറെ, എന്റെ ആന്റി വന്നിട്ടുണ്ട് എന്റെ കൂടെ. ആരാ ആന്റി? അയ്യോ, ആന്റി അറിയത്തില്ലയോ? ഇല്ല. എന്റെ ആന്റി അറിയാത്തവരാരാ? ആരാ ആന്റി? അയ്യോ, റിയാലിറ്റി ഷോയിൽ പ്രസ്ഥാനമല്ലേ എന്റെ ദീദി. ഓ ദീദി. അയ്യോ, ദീദിയെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട് ഡോക്ടറെ. എന്തുവാ പറയാ? ആ റിയാലിറ്റി ഷോ കഴിഞ്ഞ ശേഷം എന്റെ ആന്റിക്ക് എപ്പോഴും കരച്ചില്ല. എപ്പോഴും കരച്ചിലാണോ? തൊടുതന്നെ പിടിക്കുന്ന എല്ലാം കരച്ചിലാണ്. ഓ അതിനകത്തും സ്ഥിരം കരച്ചിലാണല്ലോ. ആവശ്യമില്ലാതെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ആണോ? എന്റെ ആന്റി ഇപ്പൊ വരും. എന്നാ ദീദിയെ പെട്ടെന്ന് വിളിക്ക്. பாட்டு பாடும்போது எனக்கு அழுது வருது. அழுக்கு வருது? அழுக்கல்ல, அழுது போகணும். எனக்கு கரைஞ்சு போகணும். நான் பாட்டு ஏது பாட்டு பாடும் இந்த ரியாலிட்டி ஷோயில எல்லாம் பங்கெடுத்துட்டு இப்போ எந்த பாட்டு பாடியாலும் அதை அழுது போடுறேன். റിയാലിറ്റി ഷോ പങ്കെടുത്തതിന് ശേഷം എന്ത് പാട്ട് വല്ല കരച്ചിൽ വരുന്നു? ആമാങ്കോ. അതുപോലെ ചുണ്ടങ്ങോട്ട് വലുതായിട്ട് കൂടുന്നുണ്ടല്ലോ. ചുണ്ട് കോണുന്നുണ്ട്, അതെല്ലാം പ്രശ്നമാണ്. പിന്നെ അതുപോലെ ഈ പാട്ട് പാടുമ്പോൾ കോണി പോന്നു. അതുപോലെ തന്നെ പാട്ട് സംഗതിയൊന്നും വരുന്നില്ല. സംഗതി ഒന്നും വരുന്നില്ല? ഇല്ല. നല്ലൊരു മരുന്നുണ്ട്, എന്നാ പിടിച്ചോ. സംഗതി പെട്ടെന്ന് വരും. അയ്യോ, ഇത് വയറിളക്കത്തിനുള്ള ഗുളിയല്ലേ, അതൊക്കെ വരുന്നുണ്ട്. അതല്ല, സംഗതി പാട്ടിലുള്ള സംഗതി പാട്ടിലുള്ള സംഗതി. ആമാങ്കോ. പാടുമ്പം കരച്ചിൽ വരുന്നു. ആമാങ്കോ. വളരെ നിസ്സാരമായ കാര്യമല്ലോ. ഡോക്ടർ, ഇത് എങ്ങനെയെങ്കിലും മാറ്റി കൊടുക്കണം. ദീദി, ഞാൻ പറഞ്ഞില്ലേ ദീദിക്ക് കരച്ചിൽ വരുന്ന മറ്റൊന്നും കൊണ്ടല്ലോ. പിന്നെ ഇവര് സംഗീതപരമായിട്ടല്ലേ മുന്നേറുന്നത്. നിങ്ങൾ മ്യൂസിക് തെറാപ്പി ചെയ്യുന്നു പറഞ്ഞല്ലോ. അത് എന്ത് തെറാപ്പി ഞാൻ ചെയ്യുമല്ലോ. ആമാങ്കോ. ഞാൻ പാട്ട് പാടുമ്പോ ഇപ്പൊ നല്ലൊരു പാട്ട്, ബാവേ മകനേ തിരുനാവിൽ മകനേ, അഴുതിട്ടേ പോறாங்க. ആമാങ്കോ. അതല്ല, വേറെ ഏത് പാട്ട് പാടിയാലും എനിക്ക് അഴുത് വരുത്. രംബംബം ആരംഭം അബംബംബം പേരിംബം രംബംബം. come on everybody. രംബംബം ആരംഭം അബംബംബം. ഞാൻ പറഞ്ഞു ഇതാണ് അസുഖം, എന്ത് പറഞ്ഞാലും കരയും. ഇത് അതുകൊണ്ട് നല്ലെന്ന്. ഇതും കരച്ചിൽ വരുന്ന പാട്ടല്ലയോ? നല്ല ത്രില്ലിംഗ് ഉള്ള പഞ്ചിങ് ഉള്ള അടിപൊളി ഒരു പാട്ട് പഠിക്കേ, കരച്ചിലുണ്ടാകത്തില്ല. രംബ ഹോ 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 ഹോ. come on everybody. സംബ ഹോ 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 ഹോ. രംബ ഹോ ഹോ ഹോ. ഞാൻ പറഞ്ഞില്ലേ, എന്ത് പാട്ട് പാടിയാലും കരയും. എന്റെ പാട്ട് പാടിയാൽ അഴുത് അവഴുത്. ആമാങ്കോ. പാട്ട് പാടുമ്പോ സംഗതി ഒന്നും വരുന്നില്ല. ഒരു പ്രശ്നമില്ല. ഈ ഗുളി ഒന്ന് കഴിച്ചിട്ട് ഒന്ന് പാടി നോക്കി, അടിപൊളിയായിരിക്കും. ഇത് ചിരിച്ച് അടിച്ചു പൊളിച്ച് പാടത്തില്ലേ? അളമാട്ടില്ലെങ്കിലേ കഴിച്ചോ? ഓക്കെ ഓക്കെ ഓക്കെ. come on come on everybody. Ramba ho 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 ho. Come on. Samba ho 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 ho. Come on everybody. Come on, join me. Hey. Hey hey.
Ramba, hey, 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 hey. നിർത്താൻ 10 മണി കഴിഞ്ഞാൽ എല്ലാ എണ്ണവും കിടക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പോയി കിടക്ക്. ആഹാ, അത് ശരി. പൊക്കോ. രമ്പാ മുടിഞ്ഞ കാലിനെ കൊണ്ട് തോച്ച് എന്നും കള്ളും കുടിച്ച് കയറി വന്നിട്ട് ഇടിയ അറിയാവോ? 20 വർഷമായി തുടങ്ങിയിട്ട് 20 വർഷം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യൻ. നല്ല തടിയും തന്നെ ഉള്ള ഒരുത്തരാ. എന്തെങ്കിലും പണിക്ക് പോകരുതോ? നടക്കുക നടക്കുക അങ്ങ്. എന്താണ് നേരം വെളുക്കുന്നതിന് മുമ്പ് കിടന്ന് കിളിയില്ലാന്ന് കിടന്ന് ചീവിടുന്ന പടം ഒറ്റ ഇടിയാനിട്ട് തരും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ മനുഷ്യ? എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? എനിക്കിവിടെ ഉത്തരവാദിത്വം ഉണ്ടാകും. എടേ, നീ പറയുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ടോ? ഉണ്ട്. പിന്നെന്താടി ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയുന്നു? എടേ, രാവിലെ ഞാൻ എഴുന്നേറ്റ് 8 മണിയാകുമ്പോ എഴുന്നേറ്റ് കാപ്പി കുടിക്കുന്നുണ്ടോ? ഉണ്ട്. പുറത്തു പോയിട്ട് കൃത്യം 1 മണി 2 മണിക്കുള്ളിൽ വന്ന് ആഹാരം കഴിക്കുന്നുണ്ടോ? ഉണ്ട്. വൈകിട്ട് 10-11 മണി ഒന്നല്ലെങ്കിൽ ഈ പരുവത്തില്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് കയറുന്നുണ്ടോ? വീട്ടിൽ വന്ന് കയറുന്നുണ്ട്. ഉണ്ട്. പിന്നെന്തോന്നാണ് ഉത്തരവാദിത്വം ഇല്ലെന്ന് എങ്ങനെ ഉണ്ടാകുന്നെന്ന് അറിയുന്നുണ്ടോ? അരിയില്ല, പഞ്ചസാരയില്ല, മണ്ണെണ്ണയില്ല, തേയിലയില്ല, ഒരു വകയില്ല. അറിയാവോ? ഒന്നുമില്ലല്ല. പക്ഷെ ഇവിടെ ഞാനുണ്ടോ? എന്തോ ഉണ്ടോന്ന്? എടേ, ഞാനിവിടെ ഉണ്ടാവും. നിങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ? അതന്നെ കഥ. എന്തോ കഥ? ഞാൻ ഉള്ളത് തന്നെ കഥയാണ്. ഒരു കുടുംബജീവിതത്തില് ഇവിടെ എന്തുമാത്രം ബില്ലാ വന്ന് കിടക്കുന്ന അറിയാവോ നിങ്ങൾക്ക്? കറണ്ടിന്റെ ബില്ല് വന്ന്, ഗ്യാസിന്റെ ബില്ല് വന്ന്, എന്തിന് വെള്ളത്തിന്റെ വരെ ബില്ല് വന്ന്. ഇതിലേതാ ആദ്യം അടയ്ക്കേണ്ടത്? ആദ്യം നിന്റെ വാടക. നിങ്ങളുടെ എത്ര കാലം തൊട്ട് ഞാൻ പറയുന്നത് ഈ ബൾബ് മാറ്റി ട്യൂബ് ഇടണമെന്ന് ഞാൻ പറഞ്ഞോ? അതിനാണ് ബൾബ് മാറ്റി ട്യൂബ് ഇട്ടാ പ്രകാശം വരും. പ്രകാശം. അത് ശരി. അപ്പൊ പ്രകാശിന് വരുത്തണം. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം. അവർക്ക് പ്രകാശനമായിട്ടിരുന്നു നിങ്ങൾ എന്തുവാ മനുഷ്യായി പറയുന്നത്? നിങ്ങൾ പ്രകാശനം വേണം എന്ന് പറഞ്ഞാൽ ഏത് പ്രകാശനാ? ഏത് പ്രകാശനം? നിങ്ങൾക്ക് എന്താന്നാണ് രാവിലെ ആണെന്ന് ചെലക്കുന്നത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോ നിക്കളാക്കരുതെന്ന്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏറ്റില്ല. നമ്മൾ ആണുങ്ങൾ നമ്മൾ കൊടുക്കേണ്ട രീതി കൊടുത്തെങ്കിൽ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറയാം, ഈ കുടി നിർത്തിയാൽ ഈ കുടുംബം എന്ത് സന്തോഷിച്ചിരിക്കും? സന്തോഷിച്ചിരിക്കുമെന്ന്. അപ്പൊ സന്തോഷം ഉണ്ട് അതിനകത്ത്. അവനായിട്ട് ചിരിച്ചോണ്ടിരിക്കണം. നിനക്ക് സന്തോഷമായിട്ട് ചിരിക്കണം, പ്രകാശനെ വരുത്തണം. ഇതൊക്കെയാണ് അവിടെ കാര്യം. ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുന്നത് അവർക്കകത്ത് സുഖിച്ചില്ല. ഏട്ടാ, ഞാൻ പറഞ്ഞേക്കാം, ഇത് കണ്ടോ? ഈ കാണിക്കുന്ന പണി കണ്ടോ? എലിന്ന് പറഞ്ഞാ പുലിന്ന് കേൾക്കും, എന്നിട്ട് തൊലിന്ന് എഴുതും. കൈ ചൂണ്ടിയ എന്തോ ചെയ്യുന്നു? കൈ ചൂണ്ടിയ എന്തോ ചെയ്യുന്നു? വേണ്ട, വലിയ ആളാകുക എത്ര നാളെ തൊട്ട് സഹിക്കുകയെന്നറിയാവോ? ഞാനൊരു പെണ്ണല്ലേ, സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? 20 വർഷമായി തുടങ്ങിയിട്ട് ഈ കുടുംബജീവിതം അറിയാവോ? ആണാന്നും പറഞ്ഞ് നടക്കുക, ഒരു ഉത്തരവാദിത്വം ഇല്ല. പെങ്ങന്മാരെ നിങ്ങൾക്കും അറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിലും ഭർത്താക്കന്മാരില്ലേ? ഇല്ലേ? എന്തെങ്കിലും പറയുമ്പോൾ ഇരുന്ന് കിണിച്ചാൽ പോരാ, ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാ അറിയാവോ? കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അങ്ങോട്ട് എണ്ണീറ്റ് പോയതാണ്ടേ അടുക്കള ചോറ് വിളമ്പി വെച്ചേക്കുന്നു, എടുത്ത് പോയി തിന്നുണ്ട് എവിടാന്ന് വെച്ചാൽ പോകാൻ നോക്ക്. കിടക്കുന്നു. ആണോ അണ്ണാ? അങ്ങോട്ട് എണ്ണീക്കണ്ണാ. എണ്ണോ, ചുമ്മാ പറ്റിക്കല്ലേ. പോയി എണ്ണീറ്റ് പോയി ചോറുണ്ട് ചെല്ല, എളുപ്പമാട്ടെ. ആണോ? എനിക്ക് അണ്ടിയാപ്പീസിൽ പോകേണ്ടതാ. എളുപ്പം എണ്ണീറ്റ് പോയി വല്ലതും കഴിച്ചോണ്ട് പോ.
അണ്ണോ അണ്ണാ അയ്യോ അണ്ണാ അണ്ണ അണ്ണ സരളേ സരളേ ആ വാ ആ. എന്റെ കരളേ എന്താ വാ നമുക്ക് ചരളി പോയി ഉരുളാ അവിടുന്ന് ഒരുത്തം ബോധമില്ലാതെ കിടക്കുമ്പോഴാണോ ചരലി കിടന്ന് ഉരുളുന്നത്? അല്ലാത്ത സമയത്ത് നിന്നെ ഒന്നും കാണത്തില്ലല്ലോ. ഇതെന്നാ പറ്റി സരളേ? എടാ ഒന്നും രണ്ടും പറഞ്ഞ് ഞാനൊരു അടി വെച്ച് കൊടുത്ത് ബോധമില്ലെന്ന് നോക്കിക്കേ. പോയില്ലെന്നോ? ആ. എടി, ഇത് പുള്ളിയുടെ നമ്പർ ആയിരിക്കും. പുള്ളി ഡെയിലി വെള്ളം പിടിച്ച് ഞാൻ കാണുന്നില്ലേ? ഇപ്പൊ രേഖ തരാം. ഞാനോ ഞാനോ പോയി ഒരു പൈൻറ്റ് മേടിച്ചിട്ടാ വന്നിരിക്കുന്നേ. രാണോ തമാശയാന്നേ. രാണോ രാണോ രായണ്ണ അങ്ങോട്ട് എണ്ണീക്കാൻ. രാണോ രായണ്ണോ രാണോ. എനിക്ക് വയ്യ. നീ കരഞ്ഞു ഒച്ച ഉണ്ടാക്കാതെ. ആള് തട്ടിപ്പോയി. ഏ? നീ ആ പോലെ പ്രശ്നം ഉണ്ടാക്കണം. നീ പോയി ചാക്കി എടുത്തോണ്ട് വാ. ആള് തട്ടിയോ? അയ്യോ എനിക്ക് വയ്യ. സരളെ നീ കരഞ്ഞു കുളവാക്കരുത്. നീ പോയി ഒരു ചാക്ക് എടുത്തിട്ട് നമുക്കൊരു അഡ്ജഷൻ ഉണ്ടാക്കാം. എങ്ങനെ? ഇത് ശവത്തെ എവിടത്തിന് കൊണ്ട് കളയാവടി. ആണോ? നീ ഇപ്പൊ ചാക്ക് എടുത്തോണ്ട് വാ. ഞാൻ എടുത്തോണ്ട് വരാം. ഇതിപ്പോ ഞാൻ രേഖ തരാം. ഇത് ദൈവമേ. കിടക്കുന്ന കടപ്പ് കണ്ടില്ലയോ? ശവം. അയ്യടാ, അങ്ങനെ ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നീ എത്രയ്ക്കൊന്നും ഷൈൻ ചെയ്യണ്ട. മതി, ഇത്രയും പൗഡറൊക്കെ മതി കേട്ടോ. സരളെ സരളെ എന്നാ? അയ്യോ ഇതിനെ ഈ കോലത്തിലാക്കി വെച്ചോ. ചന്ദ്രനിൽ പോകാൻ കിടക്കുമല്ലടി. ആ ശവം മരിക്കുമ്പോ കെട്ടുന്നയാ. ആണോ? ആള് മരിക്കുമ്പോ കെട്ടുന്നയാ. പിടി പിടി ഒക്കെ എടുത്ത് കയറ്റി. ഞാൻ പിടിച്ചോ. കസേര അവിടെ പോയി അത് കൊണ്ടുപോകണ്ട. അത് ആവശ്യമുള്ള ഇത് ആവശ്യമില്ലാത്തത്. അടിച്ചു കാട്ടി. എവിടെങ്കിലും കൊണ്ട് കള. എവിടെ നിക്കേ? എവിടെ കൊണ്ട് കളയുന്നേ? എവിടെ കൊണ്ട് കളയും? എവിടെ കൊണ്ട് കളയുന്നേ? എവിടെ കൊണ്ട് കളയുന്നേ? എനിക്കറിയാമേ. നീ എവിടെ കൊണ്ട് കളയാനാ പ്ലാൻ ചെയ്തത്? എവിടെ കൊണ്ട് കളയാനാ? എവിടെങ്കിലും കൊണ്ട് കളയ. എനിക്ക് വയ്യ. റെയിൽവേ ട്രാക്ക് കൊണ്ട് കളഞ്ഞാലോ? ആ കൊണ്ട് കളയുന്ന. സന്ധ്യ ആയിട്ടെന്ന്. സന്ധ്യ ആകാനോ? സന്ധ്യ ആകുന്നേരം വരെ ഇതെങ്ങനെ ഇവിടെ വെച്ചോണ്ടിരിക്കാനാ? ഇത് ഭരണപ്പുറത്തകം കൊണ്ട് വെക്ക്. ആ, എനിക്ക് വയ്യ. പഴയ തുരുമ്പ് പാത്രങ്ങൾ എടുക്കാനുണ്ടോ? പഴയ ചെമ്പ് പാത്രങ്ങൾ എടുക്കാനുണ്ടോ? സരളേ, പാത്രങ്ങൾ ഐഡിയ. ആ, നമുക്ക് ആക്രിക്കാരന് ഈ സാധനം കൊടുത്താലോ? ആ. ഓയ്, ഓയ് ആക്രി വാങ്ങി. ഇവിടെ, ഇവിടെ. പഴയ പാത്രങ്ങളൊക്കെ. പാത്രം മാത്രമല്ല വേറെ ടി വി ഒക്കെ എടുക്കുവോ? ടി വി ഒക്കെ എടുക്കുവോ? പഴയ ടി വി എല്ലാം എടുക്കും. പഴയ ആണോ? ടി വി മിക്സി എല്ലാം എടുക്കും. അപ്പൊ ഈ TV മിക്സി. ടി വി മിക്സി ആയത്. ഇത് എടുത്തോ. ഇത് എടുത്തോ. നല്ല ടി വി. ടി വി എങ്ങനുണ്ട്? നല്ല ടി വിയാ. ചെറുതാ. ചെറിയ ടി വി. ആ. ഇങ്ങനെ ഗ്രെയിൻസ് ഒക്കെ വരുമോ? ആ ഇടക്കിടക്ക് ഗ്രൈൻസ് ഒക്കെ വരും. പിക്ചർ ട്യൂബിന് നല്ല ക്ലാരിറ്റിയാ കേട്ടോ. ആ ചുറ്റുമിന് നല്ല ക്ലാരിറ്റി. നല്ല ക്ലാരിറ്റിയാ. അത് ശരി, ഞാൻ എടുത്തോളാം. പക്ഷേ ആ. കാണുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാ. എന്താ? ട്യൂൺ ചെയ്തെടുത്താ വല്ലപ്പോഴും ഒന്ന് കാണാം. ആ അങ്ങനെ ഒരു ടി വിയാ. മിക്സി ഉണ്ട്. മിക്സി ഉണ്ട്. ആ 2 മിക്സി ഉണ്ട്. ദൈവമേ, ഇന്നത്തെ കോളായി. നല്ല സ്പീഡാ മിക്സിക്ക്. നല്ല സ്പീഡാണ്. ഏത് കമ്പനിയുടെ? സുമിത്ത്. സുമിത്ത് കമ്പനിയുടെ. ആ. കുഴപ്പമില്ല, നല്ല വില. ഇപ്പൊ ചെറിയ സ്പീഡ് കുറവൊക്കെയാ. സ്പീഡ് കുറവാണ്. അതെ അതെ. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. എത്ര അല്ല, അപ്പൊ രൂപ? എത്ര രൂപയ്ക്ക് എടുക്കും ഇത്? എത്ര രൂപ വേണം? എത്ര രൂപ തന്നാലും കുഴപ്പമില്ല. ഈ സാധനം ഇവിടുന്ന് മാറ്റി തന്നാ മതി. ഇല്ല, എന്നാലും എത്ര രൂപ? ഒരു രൂപ നമ്മളൊന്ന് പറഞ്ഞൊരു കാര്യം ഉറപ്പിക്കണമല്ലോ. എത്ര രൂപ തരും? എത്ര രൂപ തരും? ഒരു 300 രൂപ. രണ്ടും കൂടെ 300 രൂപ. 300. ഉറപ്പിച്ച. 300 300. ഉറപ്പിച്ച് ഉറപ്പിച്ച്. എന്നാ, ഇത് 300 വേണ്ടി 200 അല്ലേ ഉള്ളൂ. പറഞ്ഞോളൂ. ഇത് 200 അല്ലേ ഉള്ളു. ബാക്കി 100 എന്തിയേ? അത് ഞാൻ പോകുന്ന വഴി വാങ്ങിക്കോളാം.